ഉണ്ടാക്കാൻ പറ്റുന്ന അതെങ്ങനെ? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരെണ്ണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പം തന്നെയാണ് കേട്ടോ. വീട്ടിൽ പാല് മേടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രയാസമില്ല. അത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള അതിന്റെ ആ പാട ഉണ്ടല്ലോ, ആ തിളപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തണുത്ത് വരുമ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു പാട പോലെ കെട്ടി നിൽക്കും. ആ ഒരു പാട നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അത്യാവശ്യമൊക്കെ ആവുമ്പോൾ നമുക്ക് നല്ല അടിപൊളി നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടയിലൊക്കെ നെയ്യുടെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ ബോധം പോകും. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അപ്പ അത് തന്നെയല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെ ചില സമയത്തൊക്കെ ഞാൻ എടുക്കുമ്പോ പാടയൊക്കെ ഇങ്ങനെ പൊട്ടി പോവാറൊക്കെ ഉണ്ട് ട്ടോ. ഇപ്പൊ ചെയ്യുന്ന പോലെ തന്നെ പൊട്ടിയൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. എന്നാലും എനിക്ക് നന്നായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയിലത്തെ പാലിന്റെ പാടയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ ഈ കുറച്ചൊക്കെ ആവുമ്പോ തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി വരുമ്പോ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. അതും പ്രത്യേകം നമ്മൾ ആലോചിക്കണം കേട്ടോ. എന്നാലും ഞാനിപ്പോ ഈ ഒരു പാത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു പാലിന്റെ പാടയുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോ നെയ്യ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെ നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ എന്താ പറയാ, നെയ്യ് ഇത്ര പെട്ടെന്നൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ ആൾക്കൊന്നും വിശ്വാസം വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കാന്ന് വെച്ചു. അപ്പൊ ഞാനൊരു അടികട്ടിയായിട്ടുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തത്. ഇത്തിരി വലുത് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇളക്കാനൊക്കെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ല കട്ടിയിലായിരിക്കും, കാരണം വെച്ചാൽ ഫ്രീസറിലല്ലേ വെക്കുന്നത്. അപ്പൊ നല്ല കട്ടിയിലായിരിക്കും. അപ്പൊ നമ്മളൊരു ഇത് വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ ഇളക്കി 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 നല്ല പോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ. നല്ല പോലെ തിളച്ച് വരുമ്പോഴ് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക, അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. വല്ലാണ്ട് ചൂടാവുമ്പോ അടിയിൽ ഇങ്ങനെ കട്ടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതില്ലാതിരിക്കാനാണ്. അപ്പൊ അതേ കണ്ടോ, ഏകദേശം നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. കാരണം അത് പാടയൊക്കെ ഒന്ന് കട്ട പിടിച്ചൊക്കെ വരുന്നുണ്ട്. അതിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഞാൻ എടുത്ത ഒരു ചെറിയൊരു കുപ്പിയില് ഇത് ചെയ്തിട്ട് തന്നെ വളരെ കുറച്ച് നെയ്യ് തന്നെ കിട്ടുള്ളൂ. എന്നാലും നമുക്ക് വീട്ടിലാവശ്യത്തിനൊക്കെ ഇതൊക്കെ ധാരാളം തന്നെയാണ് കേട്ടോ. ഒരു മാസത്തെ പാട എടുത്തൊക്കെ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ ഇതേപോലെ ഒരു ബ്രൗൺ കളർ വരണ വരെ ഇളക്കി തന്നെ നിക്കാട്ടോ. അപ്പൊ നല്ല പോലെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇത്ര ഒരു ബ്രൗൺ ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കണം. എന്നിട്ട് വേണം ഇത് അരിച്ചെടുക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ നല്ല പോലെ അരിച്ചെടുത്തിട്ട് എനിക്ക് ഇത്രയ്ക്ക് നെയ്യ് കിട്ടി. ഏകദേശം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു നെയ്യ് ഉണ്ടാവും. ഇതേപോലെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒരു 10-15 മിനിറ്റിന്റെ ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് പാൽപ്പാട വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കാനായിട്ട്. ഇതിനു വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത്ര നഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോ, പുറത്ത് മേടിക്കാന്ന് പറഞ്ഞാൽ അത്രയും വലിയ റേറ്റ് ആണ് ഈ നെയ്യ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല സൂപ്പർ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് സ്മെല്ലും ഒരു അപാര സ്മെല്ല് തന്നെ. പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും സൂപ്പർ സ്മെല്ലാണ് കേട്ടോ ഇതില്. അപ്പൊ എപ്പോഴും നെയ്യൊക്കെ പലഹാരങ്ങളിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ ഇത്തിരി ടൈം എടുത്തു കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ.